ഹേ ഗായ്സ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ ഇന്നൊരു ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറെ നാളായി ഇറങ്ങിയിട്ട് അത് മാത്രമല്ല മൃദുല ഇപ്പം അതല്ല മൃദുല ഇപ്പൊ 8 months ആയതിനു ശേഷം പിന്നെ നമ്മളങ്ങനെ ഇത് മൃദുല എന്റെ പുതിയ വാങ്ങിച്ച ഡ്രസ് ആട്ടോ. ക്രിസ്മസ് അപ്പൂപ്പന്റെ കാണാത്ത ഡ്രസ് യെല്ലോ കൊള്ളാം ഗൈസ്. ഒരു പ്ലെയിൻ ഒരു യെല്ലോ പ്ലെയിനാ. എവിടെ പ്ലെയിൻ? ഫണ്ണായിരിക്കും അടിച്ചത്. അല്ല ഫണ്ണല്ല, സീരിയസ് അല്ല ഫണ്ണാണ് അടിച്ചത്. എനിക്ക് യെല്ലോ ഷർട്ട് ഇല്ലായിരുന്നു. കുറെ നാളുകൊണ്ട് വിചാരിക്കുന്ന യെല്ലോ ഷർട്ട് എടുക്കണം, അങ്ങനെ മേടിച്ചതാ. പിന്നെ അല്ല ഇത് യെല്ലോ ഇവക്ക് കളർ ഡിമിനിഷ് എന്താ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. പ്രശ്നമുണ്ട്. വേറെ സംഭവത്തിൽ ഉദ്ദേശിച്ചത് അത് ഒത്തില്ല. എന്റെ ബ്ലാക്ക് മെൻ ഇൻ ബ്ലാക്ക് ഇല്ലാത്ത കളറാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിന്ന് ഏതല്ലേ പോന്നെ? താറി പോയാലോ? ബലീൻ എടുക്കാം ഗൈസ്. ബലീൻ ഇപ്പൊ വാക്കെടുക്കാം നമുക്ക്. വാ നടക്കാം, എല്ലാവർക്കും നടക്കാം. ഷോ ഷോ ഓഫ്. അടുത്ത ഷോ ഓഫ്. ആ അച്ഛന്റെ നിക്കർ കഴുകി വിട്ടേക്കണം, അതങ്ങ് മാറ്റേ. അതാറാ മാമന്റെ മോനാണോ ബാക്കി ഇരിക്കുന്നത്? ഇത് അറിയത്തില്ല, ട്രെൻഡ് പിള്ളേർക്ക് ഇപ്പൊ ബാക്കിൽ ഇങ്ങനത്തെ പ്രിന്റൊക്കെ ഇടും. ഇത് അതാരാ? അത് എനിക്ക് അറിഞ്ഞൂടെ. വാ ഉറന്നിരിക്കുന്നു. ആ അഴകിയലയില ആറ്റിറ്റ്യൂഡാ. ഈ ആറ്റിത്തൂറി ആറ്റിത്തൂറി അയ്യോ അണച്ചു കളഞ്ഞേക്ക്. ഞാനല്ല പറഞ്ഞ, അവനാ പറഞ്ഞ. ആറ്റിറ്റ്യൂഡ് വിട്ടിട്ട് ആറ്റിത്തൂറി. സൂപ്പർ. ഒന്നുകൂടെ റീടേക്ക്. ഇത് നമ്മുടെ രണ്ടുകൂടെ ആറ്റിത്തൂറി വരാം. ചിരിക്കല്ലേ സീരിയസ് ആണ്. സീരിയസ് ആണ്. അയ്യേ ഇവന്റെ റാമ്പ് കണ്ടിട്ട് അയ്യേ ഭയങ്കര വൃത്തിയാണ്. നീ ആളില്ലാതാട്ടോ, നീ അത് മതി. എനിക്ക് ഒന്നുകൂടി ഞാൻ റൊമാൻറ്റിക് ആണേ. ഞാൻ കോളേജ് കാലഘട്ടത്തിൽ ഓർക്കുന്ന 4 നിമിഷം. ക്രഷ് അടിക്കുന്നത് ഒന്നുകൂടി ക്രിഞ്ച് അടിക്കുന്നടാ. ഇനി അമ്മ വാ വാ വാ. അച്ഛൻ വീഴാനായിട്ട് നടക്കുമല്ലായിരുന്നു അതിന്. വീട്ടിലല്ലോ. റൊമാൻറ്റിക് ആയിട്ട് വാ. അയ്യേ പോയി കിടന്ന് ഉറങ്ങ്. എന്തൊരു ജോലി? വെറുതെ ഇരിക്കല്ലേ? മന്തി മേടിച്ചോണ്ടോ? ചിക്കൻ മന്തി പോരെ? ഗബ്ബണി ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കി. അതെ ഇത് മധുരം കാണണം ഇല്ലേ? കുടിച്ചെങ്കിലല്ലേ അറിയാവൂ. കുടിക്കുമ്പോൾ പ്രത്യേകം എന്താ അറിയോ? എന്താണെന്നറിയോ? നമ്മൾ ഹൈഡ്രേറ്റ് ആവും. ആ ശരി. കുഞ്ഞാവയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? കരിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെയോ? ഇപ്പൊ മുറിവിന് അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിക്കുമ്പോഴേ പെട്ടെന്ന് വയറ് നിറയും അല്ലേ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കഴിക്കണം. നീ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാ? നിന്നെ കൊണ്ട് ഇതിനെ കൊള്ളാം. വിശക്കുന്നില്ലെന്ന് പറഞ്ഞോ അങ്ങോട്ട് മാറിയില്ലേ? അതൊരു ഫണ്ണായിരുന്നു, അതൊരു ഭയങ്കര ഒരു കോമഡി ആയിരുന്നു. അച്ഛാന്നും പറഞ്ഞല്ലേ? ഈ അച്ചാതൊക്കെ നമുക്ക് ആ വാവുകൊണ്ട് വിളിക്കുന്ന കേൾക്കുമ്പോഴേ ഒരു സന്തോഷം ഉണ്ടല്ലേ, അതൊക്കെ വേറെ ഫീൽ ആയിരിക്കും. അച്ചാന്നൊക്കെ വിളിക്കുമ്പോ അടുത്ത മാസം ഇതേ സമയമാകുമ്പോ നമ്മൾ മിക്കവാറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനൊക്കെ പറയും. 1 മാസം 1.5 മാസം കൊണ്ടൊക്കെ ഉള്ളു. കാരണം 1.5 ഇതിപ്പം സെപ്റ്റംബർ കഴിഞ്ഞു. അതെ ഒക്ടോബർ തുടക്കമാണ്. ഇനി നവംബർ
ആദ്യത്തോട് കൂടിയോ അല്ലെങ്കിൽ ഒരു 15 ഒക്കെ കൂടിയിട്ട് ആദ്യമൊക്കെ ആവുമ്പോ കാണാം. അപ്പൊ ഒരു 1.5 മാസം അടുപ്പിച്ചൊക്കെ ഉള്ളു. നമ്മൾ ഇതുവരെ കുഞ്ഞിന് പേര് ഇട്ടില്ല. പെൺകുഞ്ഞാണെങ്കിൽ ഒരു പേര് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ബോയ് ആണെങ്കിൽ കൂടെ നോക്കണം. പേര് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് നാളെ പ്രവീണിന്റെ പാട്ട് പ്രവീണേ ഞങ്ങളെങ്കിലും പാടിപ്പോയേനെ. ആദ്യമേ ആ ഫ്ലോ കൊണ്ട് കളഞ്ഞു. ഞാൻ നല്ലൊരു മൂടായിട്ട് നിന്റെ കൂടെ പാടിയാലും എനിക്ക് പറ്റത്തുള്ളൂ. എനിക്ക് ലിറിക്സ് അറിയുന്നില്ല. ഇവിടുന്ന് പോണം കേട്ടോ. പുകയില അറുപിടിച്ച ടയറട ഓപ്പണിന്റെ കടയെടുത്ത് പോക്കി പൊട്ടക്ക് തലയിലെത്ത് അടത ആട്ടം പോട്ട എടുത്ത് പോട്ട് കാലത്തിരുപ്പോ എല്ലാം ബ്ലൂ പ്രിന്റ് പെറിയ മെഷീൻ സക്സസ്ഫുൾ ആകാനിയ മതിയ അതാ മതിയ പടസമിക്ക് എല്ലാവരും നമ്മൾ അത്തര കേറ് അനക്ക് പറയുന്നത് സിംഗ് സിംഗിൾസ് എല്ലാം ഡബിൾസ് എല്ലാം കളിച്ച് 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 പോട്ട് സ്വത്തടിച്ച് സ്വറയിട്ട പലർക്കൊക്കെ നമ്മുടെ പാട്ടിനൊന്നും കോപ്പിറൈറ്റ് അടിക്കുന്നില്ല. ലിറിക്സ് ഇല്ല നമുക്ക്, നമ്മളുണ്ടാക്കും. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോരും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. അത് മനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാണീ ജന്മം, തകർത്തരക്കിൻ പെട്ടിയിലാക്കിയില്ലേ. തുതിച്ചമെന്നോ ചീത്ത വിളിച്ചില്ലേ. വിരമ്പനായി വിലാസനായി ജലദോഷം അസ്വസ്ഥനായി വികാസനായി ഞാൻ നിന്നു. സൈറ്റ് മാറി യശാനായി സുനാബനായി നീ നിന്നു. സിനാബനായി ഹുനാമനായി സിനാബനായി ഞാൻ നിന്നു. പലവട്ടം ഇത് കുറച്ച് സാഡ് മ്യൂസിക് ആണ്. ഇത് വേറൊരു ലെവൽ. കുറച്ചുകൂടെ സൗണ്ടിൽ പാടാം. എനിക്ക് വേണം മഞ്ചലേ അവയില്ല ഇല്ല നെരുപ്പ് താഴെ നെഞ്ചിലെ അവ അഴകുള്ള വാർത്ത കൂടെ പത്തലേ അവ ഇപ്പോ എനിക്ക് വേണം മഞ്ചലേ അവയില്ല ഇല്ല നെരുപ്പ് താഴെ നെഞ്ചിലെ பொண்ணுக்குள்ள பொண்ணா நெஞ்சுக்குள்ள நின்னா கொஞ்ச பஞ்சமாக பிச்சி பிச்சி தின்னா அவ ஒத்த வார்த்தை சொன்னா 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 அது சொன்னா அது தன்னா தன்னை தானே தன்னா தன்னை தானே നമ്മള് മറ്റില്ല പാട്ട് കേൾക്കുമ്പോ കുഞ്ഞാവ് ചവിട്ടും. മറ്റേ അങ്ങവാന കോണില് എപ്പോഴും നമ്മൾ കേൾപ്പിക്കുന്ന പാട്ടാ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. രാത്രി എപ്പോഴും ഫോൺ മാറ്റി വെച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോ നേരം ചവിട്ടിയില്ല, ഈ പാട്ട് കേട്ടപ്പോ ചവിട്ടി. പാട്ടൊക്കെ കേൾക്കാല്ലേ നല്ലോണം അറിയാം. അതുപോലെ റീൽസിലായാലും ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോ ഈ പാട്ട് വരുമ്പോ കേൾക്കുമ്പോ ചവിട്ടും. ഹെഡ്സെറ്റ് വെച്ച് കേട്ടാലും ഹെഡ്സെറ്റ് ഇല്ലല്ലോ, നമ്മള് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കില്ലല്ലോ. അല്ല ഹെഡ്സെറ്റ് വെച്ച് കേട്ടാ കുഞ്ഞിന് കേൾക്കാൻ പറ്റുമോ? മണ്ടത്തരമാണെങ്കിൽ ശരിക്കും പറ്റത്തില്ല അല്ലേ? അത്രയും കണക്ഷൻ ഇല്ല. സൗണ്ട് ഒക്കെ പുറത്തിറക്കുന്ന അതൊക്കെ അറിയാൻ പറ്റുമല്ലേ? ഇപ്പൊ നമ്മള് പറയുന്നൊക്കെ നമ്മള് സംസാരിക്കുന്ന എല്ലാം കേൾക്കാൻ പറ്റുമേ. ആ പാട്ടിട്ട് ചവിട്ടിട്ട് കണ്ടിന്യൂ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പാരഗണി വന്ന സുഹൃത്തുക്കളെ, നമ്മള് ലുലുമാളി വരുന്ന ഫുഡ് കഴിക്കാനായിരുന്നു മെയിനായിട്ട്. എടാ ഇന്നെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യണം. മന്തി അത് ഇതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വിട്ട് അൽഫാം മന്തി ഇതൊക്കെ വിട്ടിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യണം. ഇവിടുന്ന് പൊറോട്ട ബിരിയാണി പറയാം. ഒരു ബിരിയാണി പറയാം. ബിരിയാണി പൊറോട്ട അങ്ങനത്തെയൊക്കെ വിട്ടിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എത്ര ഇതാണെങ്കിലും കടയിൽ പോയി ഒരു ബിരിയാണി. നമ്മൾ എപ്പോഴും ബിരിയാണി കഴിക്കുന്ന, ഇന്നത് വേണ്ട, ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ബിരിയാണി വേണ്ട. ഇത് പറയാം ഞണ്ട് തിന്നുന്നില്ല. അങ്ങനത്തെ അല്ല, കുറച്ചുകൂടെ ഇത് പറഞ്ഞു ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനത്തെ വെറൈറ്റി ആയി ജാപ്പനീസ് ഐറ്റംസ് ഒക്കെ. സലാഡ് വേണ്ട, വേറെ ബോയിൽഡ് പൊട്ടറ്റോസ്, ബീൻസ്, ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം പൊട്ടറ്റോ ഒന്നും വേണ്ട, വേറെ എന്താ നിങ്ങൾക്ക് വേണ്ടത്?
അവൻ ഇച്ചിരി ഒച്ചിനെ പൊരിച്ചു കൊച്ചിനെ പൊരിച്ചു കൊടുക്കാൻ വെറൈറ്റി. കരടി ചിക്കനാ? ചിക്കൻ അത് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ. എനിക്കൊരു ബീഫ് ബിരിയാണി കണ്ട. ബീഫ് ചിക്കൻ പറയണോ? ബീഫ് ഭയങ്കര ഫാറ്റിയാ. ചിക്കൻ പറയുമ്പോൾ നമുക്കും കഴിക്കാം. ഓ ചിക്കൻ പറയാം. ചിക്കൻ ഇവിടുത്തെ ചിക്കൻ നല്ല ചിക്കനാണ്. കഴിച്ച് ഇവിടുത്തെ ചിക്കൻ എന്ന് പറയുമ്പോഴേ ബ്രോയിലർ, നമ്മൾ സാധാരണ ഹോട്ടലിലുള്ള ബ്രോയിലർ ചിക്കൻ അല്ല ഇവിടുത്തെ ചിക്കൻ. ഇവിടെ നല്ല നാടൻ ചിക്കനാണ്, വേറൊരു ചിക്കൻ, നല്ല ഫ്ലേവറാണ്, ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് ഉണ്ടോ? അണ്ണാ അണ്ണാ നമ്മളെ സെയിം നമ്മളെ ഇന്നത്തെയും നമുക്ക് ഓർഡർ എടുക്കുന്ന അണ്ണായി കമ്പനിയായി. റിബ് ഉണ്ടോ? ബീഫ് റിബ് ട്രൈബലാണോ ഉണ്ടാക്കിയത്? ട്രൈബൽ ബീഫ്. ഓ എന്നാ ചേട്ടൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ചേട്ടൻ്റെ ഫേവറേറ്റ് എന്നാ അത് പറഞ്ഞു. അതെടുത്തോ. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. കൊച്ചു നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തത്? നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ചിക്കൻ ബിരിയാണി, ഒരു എന്തൊരു ബീഫ്, 3 പൊറോട്ട, ഒരു ചിക്കൻ ബിരിയാണി, 3 ട്രൈബൽ ബീഫ്, ഒരു ചിക്കൻ ബിരിയാണി, 3 പൊറോട്ട, ട്രൈബൽ ബീഫ്, കൂട്ടേഴ്സ് വിങ്സ്. വിങ്സ് പഴയ ഫോട്ടോ, പഴയകാല ചിത്രം. അതെ, പക്ഷെ വലിയ മാറ്റമൊന്നുമില്ല. സുന്ദരിയാ. അപ്പം പണ്ട് ഇങ്ങനെ ആയിരുന്നു ഇരുന്നേന്ന്. ഇപ്പൊ കാണിക്കും. ആ മുഖം ഈ മുഖം കൂടി നോക്ക്. ഇപ്പൊ മാറ്റമൊന്നുമില്ല, സെയിം തന്നെ. നീ എന്തിനാ വിചാരിച്ച് മാറിയെന്നാ? നീ അതാണ് അവന്റെ പഴയ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. ചേച്ചി അമ്മക്ക് ഇതൊന്നും വേണ്ട ചേച്ചി, ഫോർക്കും സ്പൂണൊന്നും. ബീഫ് ഒന്നാമത്തെ കാര്യം. എനിക്ക് സത്യം പറഞ്ഞ ഫ്രൈഡ് റൈസ് പോലും ഞാൻ കൈ കൊണ്ട് കഴിക്കുന്നത്. ഇതുകൊണ്ടൊരു കൈ കൊണ്ടല്ലാതെ പിന്നെ അതിൽ കുണ്ടി കൊണ്ട് കഴിക്കുന്നുണ്ടോ? പിന്നെ ആരുടെ പിന്നെ കൈ കൊണ്ടല്ലാതെ പിന്നെ എങ്ങനെ തിന്നുന്ന? അങ്ങനെ പറയണതാ നീ പറഞ്ഞത്. എല്ലാ കാര്യം കൈ കൊണ്ടാളെ പിന്നെ കൈ കൊണ്ടല്ലാതെ പിന്നെ എന്തിനാ വെച്ചാൽ കഴിക്കുന്നതിന്റെ വേറെ എന്തെങ്കിലും ഗിന്നസ് റെക്കോർഡിലല്ലോ ട്രൈ ചെയ്യും. അങ്ങനെ കഴിച്ചിട്ട് ഊക്കണം, തിരിച്ചു ഊക്കണം. ദൈവമായിട്ട് തിരിച്ചു ഊക്കാനുള്ള 10 പേരെ മുമ്പേ വെച്ച് നിന്നെ ഊക്കണോടാ. എല്ലാരും കേൾക്കണം, അവിടെ ചുറ്റിരിക്കുന്നവർക്ക് ചിരിക്കണം. സൈക്കോ അടിയമേ. ഇതിന്റെ കളർ നോക്കി ഭയങ്കര കളറല്ലേ? കുറച്ചു നേരം കൊച്ചിനെ ശ്രദ്ധിച്ചാണ്. എങ്ങനെ ഒരു അപാകതയില്ലേ ടോട്ടലി അവന്റെ പെരുമാറ്റത്തില്? ഞാൻ പണ്ടോട്ടേക്കനാ ആ ലിപ്സ്റ്റിക്കിന്റെ കളറും ഡ്രസ്സിന്റെ കളറും സെയിം അല്ലേ? സെയിം. കൊച്ചു ഇന്ന് ഈ മാളിൽ ഒരു പെൺകുട്ടി എടുത്ത് സംസാരിക്കണം. അങ്ങോട്ട് പോയി സ്ട്രേഞ്ചറിന്റെ അടുത്ത് ഇടിച്ചു കയറി സംസാരിച്ച് കമ്പനി ആവണം. വേറൊന്നും പറയണ്ട, കമ്പനി ആവണം. പറ്റുമോ? കമ്പനിയാവണം. എനിക്ക് അതിനുള്ള കഴിവില്ല സത്യമായിട്ട്. എനിക്ക് കഴിവില്ലാത്തവനാണെന്ന് അവൻ തന്നെ സമ്മതിച്ചത്. നീ ഒരു കഴിവേറിയ ഒരുത്തൻ. നീ എന്തിനാ അവന്റെ കോമഡിക്ക് നീ എന്തായാലും നീ ചിരിച്ചല്ലോ. ചിരിച്ച ആയുസ് കൂടുമെന്നാ കേട്ടോ. ചിരി നീ താഴത്തെ ഹാളുണ്ടല്ലോ, അവിടെ ഹാളിൽ പോയി നിരങ്ങി ഇങ്ങനെ പ്ലസ് 1 പോയിന്റ്. ഫുഡ് വേഗം കൊണ്ടുപോകണ്ടോ? അല്ല ഏവൻ പറയാ ഈ സ്റ്റീൽ ഈ കാന്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ട് സ്വർണം മെറ്റലാണോ? സ്വർണം മെറ്റലാണ് നമുക്ക് എല്ലാവർക്കും അറിയണം. പ്ലാസ്റ്റിക് ആണ് മൊണ്ണെ കഴുതേ. എന്തൊരു കിഴങ്ങനാ സ്വർണ്ണം പിന്നെ മെറ്റലാണ്. യാതൊരു ബുദ്ധിയില്ലല്ലോ. നീ ഇവിടുന്ന് വരുന്നതാ ലോക കൂതറയോ കൂളായോ? നിനക്ക് എവിടുന്ന് കിട്ടിയടിയോനെ? നിനക്ക് വേറെ ആരും തിന്നുന്നതിന്റെ കൂട്ടത്തിൽ ഇതൊന്നും എടുത്ത് തിന്നളയിൽ ആർത്തി പൂത്ത് കേട്ടാ. ബൈക്കൊക്കെ ഇവിടെ ഇരിപ്പോട്ടെ കേട്ടാ. ഇതൊക്കെ എടുത്ത് വിഴുകല്ലേ എപ്പോഴും. ബൈക്കൊക്കെ ഇരിപ്പോട്ട്. ഒന്നും പറയില്ല. പറയണ നീ തോറ്റി. വിവരം കെട്ടവനായി ഞാൻ ജയിച്ചു. എന്നാത്ത സാധനം എന്തായിരുന്നു നിന്റെ പേര്? പേരിട്ടത് അങ്ങോട്ട് ശരിയായില്ല പ്രവീണ. കൊള്ളാം, സൂപ്പർ കളറല്ലേ? പിന്നെ മണ്ട എന്തുകൊണ്ട് ഇട്ടേക്കുന്നത്? കിട്ടില്ല. ഫുൾ സോസിന്റെ കളി കേട്ടാ. സോസ്, സ്പ്രിംഗ് ഒണിയൻ. ഇത് മറ്റേ നമ്മൾ ഇതിന്റെ പേര് ചെയ്തില്ല, ബർഗറിന്റെ മുകളിൽ എടുത്തൊരു സാധനം. സൂപ്പറാ. ക്രഞ്ചി വലിയൊരു ജ്യൂസി സൂപ്പർ ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ സോസ് ഭയങ്കര ഇഷ്ടമല്ല, ഈ ടൊമാറ്റോ സോസ്. പക്ഷെ ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇവരെന്ത് സോസാണ് അതിന് മണ്ടേ ഒഴിക്കുന്നത്? ടൊമാറ്റോ സോസ്. അത് മാത്രമല്ല വേറെ എന്തൊക്കെയുണ്ട്, തേനുണ്ടോ, ഹണിയുണ്ടോ, മധുരവും എണ്ണയുണ്ട്. കിട്ടില്ല ഗൈസ്, സൂപ്പർ ഫ്ലേവർ, അടിപൊളി. ബീഫ് ടേസ്റ്റ് ചെയ്യില്ല. ഒരു കഷ്ണം പൊറോട്ട അങ്ങോട്ട് കീറി നമ്മുടെ ഒരു ബീഫിനകത്തോട്ട് അങ്ങോട്ട് വെച്ച് പൊതിഞ്ഞ് അങ്ങോട്ട് എടുത്തിട്ട് മോനെ ബീഫ് തീർച്ചയില്ല. രണ്ട് കൈ ലാസ്റ്റ് അത് ഒരു കൈ കൊണ്ട് നക്കണം, ഒരു കൈ കൊണ്ട് ഇടണം. എന്തൊക്കെ ബുദ്ധിമുട്ടല്ലേ. ദൈവം ഒരു കൈ കൂടെ തന്നിരുന്നെങ്കിൽ ഇത്തിരി ഒന്ന് ഇട്ടാരാമോ? ഒരു കടി എനിക്ക് പറഞ്ഞത്, ഒരു പുറം. 3 പേർക്ക് ഒരു കടി വെച്ചു. മോനെ ഇവിടെ ചിക്കൻ ബ്രോയിലർ അല്ല, ബ്രോയിലർ അല്ല, അത് ബ്രോയിലർ ചിക്കൻ അല്ല. ബ്രോയിലർ ചിക്കൻ ഇത്രയും ഇതുണ്ടല്ലോ, ബിരിയാണിക്ക് എന്തോ ഒരു സോൾട്ട് ചിക്കനോ. എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വെക്കാനാണ്, അതല്ല എപ്പോഴും വെക്കാനാണ്? 2 വേണം. 2 വേണം. സൺഡേ മൺഡേ ഫണ്ടേ. ആ നിനക്ക് എന്തെങ്കിലും വേണോ? യു ഹാവ് സ്ട്രൈറ്റനിങ് സംഭവം ഒന്നും വേണ്ട. എന്റെ ഇത് ലോ മെയിൻ്റെനൻസ്, ഇത് ലോ മെയിൻ്റെനൻസ് വെഹിക്കിളാ. ഒന്നും വേണ്ടെന്ന്. ഒന്നും വേണ്ടേ? അയ്യോ എന്ത് പറ്റി? ഒരു കണ്ണാടി മേടിച്ച് പറയല്ലോ, വൈഫ് സോ എക്സ്പെൻസീവ് എന്ന്. എന്റെ വൈഫ് ഭയങ്കര ചീപ്പാ കണ്ടില്ലേ? ചന്തയാണ് എന്റെ. ഇവിടെ ഒരു കണ്ണാടിക്കട കയറി. കണ്ണാടിക്കട പിന്നെ കണ്ണാടി വിൽക്കുന്ന കട, കണ്ണാടിക്കട. ഓ ഇതെന്തുവാ? പോർഷെ. കുറച്ച് പോർഷെ വേണോ? പോർഷെ വേണ്ട, അത് കാറല്ലേ? കാറിന്റെ കണ്ണാടി ഉണ്ടല്ലേ? അത് കൊള്ളത്തില്ലേ? വേറൊരു ലുക്കിൽ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. കണ്ട ജനറേഷൻ ഗ്യാപ്പ്. നീ തന്ത വെയ്പ്പ് ഇപ്പറുള്ളതുണ്ട് വാങ്ങിച്ചു. വൈപ്പറുള്ളത് എടാ, അത് പിടിച്ചു വിടാ, അത് കൊള്ളാത്. ഇതെന്ത് ഉപയോഗത്തിനാടാ? ഈ കാക്ക കപ്പിയുടെ കണ്ണി വീഴായിരിക്കാനാ തോന്നുന്നു. 20,000 രൂപയുടെ ക്ലാസ്. പക്ഷെ മറ്റേ മാറ്റല്ലേ? ഓ അത് ഊരി മാറ്റാമോ? മാറ്റാം. ഇതിന് വെള്ളത്തിനടി പോകുമ്പോൾ വയ്ക്കുന്ന കണക്കിരിക്കുന്നു. കൊള്ളാമോ? നമ്മൾ ഈ ചിരി വരുന്ന രീതിയിൽ നോക്കുമ്പോഴാണ്. പക്ഷെ ഇത് നിനക്കെല്ലാം കാണാല്ലേ? അതുമല്ലാണ്ട് നമുക്ക് ഇവിടെ മറ്റേ ഇതുണ്ട്, വെയിലത്ത് ഫോട്ടോ വെച്ച്. ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും കാണത്തില്ല, പക്ഷെ ഇതിടുമ്പോൾ കറക്റ്റ് അത് കാണാൻ പറ്റും. ഡ്രൈവ് ചെയ്യുമ്പോൾ പക്കാ സാധനമായിരിക്കും. പെട്ടെന്നൊന്നും തിരിയല്ലേ, ചിരി വരും. ഇപ്പൊ ഇതൊക്കെ തിരിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഗ്ലാസ് എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. കൊച്ചു എടുത്ത ഗ്ലാസ് എടുത്ത് ഞാൻ വെച്ചേക്കുവാ. ഞാൻ എന്താണ്ട് ഈ ഗ്ലാസ് ആട്ടോ വാങ്ങിച്ചേ. പക്ഷെ ഇത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടാൻ പറ്റുന്ന സംഭവമാണ്. നിങ്ങൾ കണ്ട ഇത് ഈ സാധനം കണ്ടോ? ഇത് ഭയങ്കര വെയിലിങ്ങനെ. ഇതിന് ബോക്സ് ഇല്ലേ? ബോക്സ് ഉണ്ട് ബോക്സ് ഒക്കെ തരാം. ബോക്സ് അടിച്ചോണേ. കാർ വാറണ്ടി ഉണ്ട്. ഇത് കൊച്ചു വാങ്ങിച്ചു. ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ സൂപ്പർ ആയിരിക്കും. ഡ്രൈവ് ചെയ്യും. ഇത് ഞാനും വാങ്ങിച്ചു കേട്ടോ. കൊച്ചു ഒന്ന് തകർത്ത് ഷോപ്പിംഗ് ആണ്. കൊച്ചു ഇങ്ങോട്ട് നോക്ക്. എത്ര അടുത്ത വാച്ചാ? നല്ല വാച്ച് കേട്ടോ. ഇത് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്യാറുണ്ട്. കൊള്ളാമോ? കൊള്ളാം. നമ്മൾ ഐഫോൺ 15 അല്ലല്ല, 16 ഇതാണ് കൊച്ചിൻ്റെ വലത്തെ കൈ ഇരിക്കുന്ന 16, മറ്റേത് 15 കേട്ടോ. ഇത് 16, ഇത് 15. കുറച്ച് ബ്രൈറ്റ്നെസ് കയറിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഡള്ളാണ്, ഇത് കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് കയറിയിട്ടുണ്ട്. നമുക്ക് വലിയതായിട്ട് വ്യത്യാസം തോന്നുന്നില്ല, വലിയ ഒരു ചേഞ്ച് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചേഞ്ചസ് തോന്നുന്നില്ല. പിന്നെ അതൊരു ഫീച്ചറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ, മറ്റേ ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് നോയിസ് കട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു ഫീച്ചർ. അത് മാത്രമേ എനിക്കൊരു അപ്ഡേറ്റ് എല്ലാ ഫോണും കൊള്ളായിരുന്നു. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് തരാവുന്നതേ ഉള്ളൂ ആ അപ്ഡേറ്റ്. അത് സൂപ്പറാണ് കഴിച്ച്. ഞാൻ അതിനടുത്ത് നമ്മൾ റെക്കോർഡ് ചെയ്തായിരുന്നത്. അത് ഇല്ല നമുക്ക് വരുമെന്ന് അറിയില്ല. ഓഡിയോ മിക്സ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ. സ്റ്റാൻഡേർഡാണ്. പിന്നെ ഒരു നോയ്സ് ഉണ്ട്. നമുക്ക് സ്റ്റുഡിയോയിൽ ഇട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവത്തില്ല, പക്ഷേ ഭയങ്കര അതായത് മൈക്ക് വെച്ച് സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാലേ, ഇത് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ബ്രൈറ്റ്നസ് തോന്നുന്നത്. നമ്മൾ സ്ക്രീൻ ഗാർഡൊക്കെ ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇത്ര എമൗണ്ട് കൊടുക്കുന്നത് കൊണ്ടൊരു ചേഞ്ചസ് തോന്നുന്നില്ല. പിന്നെ ഇതൊക്കെ എനിക്കിത് ഈ ക്യാമറ ബട്ടണൊക്കെ ഒരു ഗിമിക്കായിട്ടാണ് തോന്നുന്നത്. അതൊന്നും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതങ്ങനെ സൂം ചെയ്യുന്നത് പരിപാടിയാണ്. അതുകൊണ്ട് ക്യാമറ എടുത്താണ് ഇവർ മെയിനായിട്ട് ഇത് സെല്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പോയിന്റ്. ഇതാണ് ഈ ക്യാമറ കൺട്രോളർ, അങ്ങനെ എന്തോന്ന് പറയുന്നത് തന്നെ. ഓ ഇതെന്തുവാ? അത് പാടല്ലേ? അതിൽ നല്ലത് ഇതല്ലേ? ഇത് നോക്കിയേ, അത്രയും എന്തിനാ കഷ്ടപ്പെടുന്നേ? സത്യം, അതൊക്കെ എന്തൊരു ഫീച്ചർ അല്ലേ? ഒത്തില്ല.
പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു, ആ ഓഡിയോ മിക്സ് കൊള്ളാം. എനിക്ക് അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. വേറെ വലിയ ഇറങ്ങുമ്പോൾ വാങ്ങിക്കാം. അതിൽ ഇതും കാണും, പുതിയ എന്തെങ്കിലും മൃദുലയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബറുണ്ട് ചോക്ലേറ്റ് കൊണ്ട് കൊടുത്ത് എന്നിട്ട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞില്ലേ വെച്ചു? എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോകണം. ഇനി അമ്മയ്ക്ക് നമുക്ക് ഫുഡ് വേണം. അമ്മ മന്തി വാങ്ങണേന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് വിട്ടേ, കയറി പോയിരുന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഫുഡും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ ഇറങ്ങും കേട്ടോ. എനിക്ക് തന്നെ കാലം അടിച്ചു, പിന്നെ മൃദുലയുടെ കാര്യം പറയണ്ടല്ലോ. നമ്മുടെ കാറിന്റെ മൈലേജ് നോക്കി 27.9. വട്ടായോ? എന്ത് പറ്റി ഉള്ളയാണോ എനിക്കറിയാൻ വയ്യ. നമ്മളൊന്ന് റീസെറ്റ് ചെയ്ത് കുറച്ച് ഓട്ടിച്ച് നോക്കിയത് കേട്ടോ. 27 എനിക്കറിയാൻ വയ്യ. 28 കാണിക്കുന്നത്. എത്ര വരെ പോകുന്നു നോക്കാം. 100 അടിക്കോ? 100 അടിക്കുമെന്ന് തോന്നുന്നു. 28 മൈലേജ് പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലേ. അതാ 28 മൈലേജ് ഗൈസ്. 29.5 കൂടി വരിക. 1000 RPM കൊച്ചി ക്രൂസ് ചെയ്ത് ഓടിച്ചോണ്ടിരിക്കുന്നത്. എനിക്കത് അതുകൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. 30 കാണിക്കാൻ പോണേ എനിക്ക് വയ്യ. ആദ്യമായിട്ടില്ലേ 30 എനിക്കറിയാൻ വയ്യടാ ഗൈസ്. ഇത് ചുമ്മാ തോന്നുന്നു കേട്ടോ. എനിക്കറിയാൻ വയ്യ. 30 കാണിക്കുന്നുണ്ട് മൈലേജ്. ഒന്നുമില്ല, ചുമ്മാ ആവറേജ് മൈലേജ് 30 കാണിക്കുന്നുണ്ട്. എന്നാലും വീട്ടിൽ ചെല്ലുമ്പോൾ നോക്കാം. അമ്മ പറഞ്ഞ് മന്തി മേടിച്ചിട്ട് വരാം. അങ്ങനെ മന്തി മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കയറാറില്ലേ. ആദ്യമായിട്ട് ലൈഫിൽ ബ്രാൻഡഡ് സൺഗ്ലാസ് വാങ്ങിച്ചത്, കൂളിംഗ് ഗ്ലാസ്. അതായത് നമ്മൾ വെയിലത്ത് ഉള്ളപ്പോൾ കറക്റ്റ് വെയിലടിക്കാത്ത സാധനം. അതിനെന്തോ പറയല്ലേ, UV പ്രൊട്ടക്റ്റഡ് ഗ്ലാസ്. എത്ര വെയിലത്ത് നമ്മൾ നോക്കിയാലും നമുക്ക് കറക്റ്റ് അത് നോക്കാൻ പറ്റും. അത് ഡെമോ ഒക്കെ ചെയ്താ വാങ്ങിച്ചത്. സൂപ്പർ ആയിട്ടാ, നല്ല ക്ലാസ്സാ. അവര് ഈ വെയിലുള്ള ഒരു ഫോട്ടോ അത് നമുക്ക് കണ്ണൂരി ഒരിക്കലും നമുക്ക് നോക്കാൻ പറ്റില്ല. പക്ഷെ ഇത് വെച്ചിട്ട് കറക്റ്റ് അത് വായിക്കാനും നോക്കാൻ പറ്റും. ഇവർക്ക് കാണാൻ പറ്റും അങ്ങനെ. കണ്ടോ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നമുക്ക് ഒരിക്കലും ഈ ഗ്ലാസ് നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതാണ് കറക്റ്റ് UV പ്രൊട്ടക്ട് നോക്കണേ. ഇതിൽ കൂടെ കണ്ടോ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും ഒരു വിസിബിലിറ്റി ഇല്ല. അത് ഇടുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അച്ചിട്ടിട്ട് അത് TV നോക്കി കണ്ടോ, കാണുന്നതല്ലോ. അതാണ്. അപ്പൊ വെയിലത്ത് എത്ര വെട്ടം ഉണ്ടെങ്കിലും നമുക്ക് കണ്ണി കയറില്ല. ചുമ്മാ അമ്മയെ കാണാം. അറിയത്തുമില്ല, കൊഞ്ഞാണം കുത്തിയത് അറിയത്തുമില്ല, ശബ്ദം കേൾക്കത്തില്ല. അമ്മ ഇത് വെച്ച് നോക്കിയാണ്, വെച്ചിട്ട് TV നോക്കിയാണ്. TV നോക്ക്. അമ്മയ്ക്ക് ചേരുന്ന കേട്ടാ ക്ലാസ്. രണ്ടെണ്ണം വാങ്ങിച്ച ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 2 വാങ്ങി. ഇതാണ് സൂപ്പർ അച്ഛൻ ഇപ്പോഴത്തെ ഫ്രാഷനെ പറ്റി എന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലേ കാണാൻ, ഒരു ലുക്ക്. അവന്റെ അത് നോർമല്, നിന്റെ ഇവിടെ അത് പഴയ സ്റ്റൈലാണ്. അങ്ങനത്തെ പഴയത്. അമ്മയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടടാ. അവര് പറയാ മന്തി എങ്ങനെയുണ്ട് അതൊക്കെ ഇരിക്കട്ടെ. മന്തി കൊള്ളാം. ഞാൻ പോയപ്പോഴേ പറഞ്ഞിട്ട് മന്തി എടുത്തിട്ടുണ്ട്. ഏതാ ലുക്കല്ലേ ഞാൻ നിങ്ങൾ പറ പഴയ മോഡൽ ക്ലാസ് വിന്റേജ് ഇത്. അത് മാത്രമല്ല എന്റെ കണ്ട ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ഉണ്ട് കാലിലേ. ഗൈസ് നിങ്ങൾ പറ ഗൈസ് ഏതായിരിക്കും സൂപ്പർ. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ പറയാ. അപ്പൊ ഗൈസ് എന്തായാലും ഇത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ട് നമ്മുടെ ഈ ഒരു വ്ലോഗ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യണ സുഹൃത്തുക്കളെ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഉറങ്ങാൻ പോണ ഊരിട്ട് പോയില്ലെങ്കിൽ മോന്തടിച്ച് സ്റ്റെപ്പി വീഴും. കണ്ണാടി കാണാം.